കീം എൻട്രൻസ് എക്സാം റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ 100% സ്കോറോടെ കേരളത്തിലെ രണ്ടാമതായി മാറിയ വിദ്യാർത്ഥിയാണ് ഹാഫിസ് റഹ്മാൻ ഇലിക്കോട്ടിൽ. ഈ രണ്ടാം റാങ്ക് കൊണ്ട് അവസാനിക്കുന്നതല്ല ഹാഫിസിന്റെ വിശേഷണങ്ങൾ. ഹാഫിസിന് വിശേഷങ്ങൾ ഇനിയും ഇതിലേറെയാണ്. ജെഇ മെയിൻസ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 197 നേടി കേരളത്തിൽ നിന്നും ഒന്നാമനായി മാറിയതും ഹാഫിസ് റഹ്മാൻ തന്നെ. ജെഇ അഡ്വാൻസ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ 542 ആയിരുന്നു ഹാഫിസിന്റെ റാങ്ക്. ഇനി ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോഴും അതിലും തിളക്കമാർന്ന ഒന്നാം സ്ഥാനം ഹാഫിസിന് തന്നെ. ഇത്രയും സവിശേഷതകളോടുകൂടെ നമ്മുടെ ബ്രില്യന്റിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുകയാണ് ഹാഫിസ് റഹ്മാൻ. അപ്പം ഹാഫിസും ഹാഫിസിന്റെ ഫാമിലിയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ വിക്ടറി ഡേയിൽ 5 ലക്ഷം പ്ലസ് ഗോൾഡ് മെഡൽ എന്ന സ്വപ്ന സമ്മാനമാണ് ഹാഫിസിന് കിട്ടുന്നത്. അപ്പം നമുക്ക് ഹാഫിസിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഹലോ ഹാഫിസ്. ഹലോ. അപ്പം ഇതൊരു ഗോൾഡൻ മൊമെന്റ് ആണ് ഹാഫിസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു വലിയൊരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കഴിഞ്ഞ 2 വർഷമായുള്ള ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു മോൻ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചത്? എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ ഇതുപോലെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമെന്നൊക്കെ? എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമായിരുന്നു. ലൈക്ക് സമയം കളയാതെ നോക്കി പഠിക്കുമായിരുന്നു. മോന്റെ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയായി? ഞാൻ LKG മുതൽ 5th വരെ പഠിച്ച പുറത്താണ്. 6th to 10th വരെ ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ മലപ്പുറത്താണ് പഠിച്ചത്. പിന്നെ 11th and 12th ഞാൻ അവിടെ ബ്രില്യന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചാവറ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യന്റ്? എങ്ങനെയാണ് മോനെ ഈ ഒരു ജേർണിയിൽ ഹെൽപ്പ് ചെയ്തത്? കഴിഞ്ഞ 2 വർഷമായി ക്ലാസ്സസും മെറ്റീരിയലും പിന്നെ സാർമാരുടെ ഡൗട്ട്സും പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാം പ്രൊവൈഡ് ചെയ്ത് ബ്രില്യന്റ് തന്നെയാണ്. ഈ എല്ലാം സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഇങ്ങനത്തെ റാങ്ക് കിട്ടുമായിരുന്നല്ലോ. അപ്പം ബ്രില്യന്റിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പരീക്ഷ എഴുതിയിട്ടാണോ മോൻ ഇത്ര ഒരു റാങ്ക് ഒക്കെ കിട്ടിയത്? ഉറപ്പായിട്ടും അവസാനത്തെ കുറെ മോഡൽ എക്സാംസ് തന്നെയാണ് എന്നെ ഇത് നേടാൻ സഹായിച്ചത്. അപ്പം ഈ മെയിൻ എക്സാം എഴുതിയപ്പോഴും അഡ്വാൻസ്ഡ് എഴുതിയപ്പോഴാണെങ്കിലും അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ പോലെ തന്നെയായിരുന്നോ? ബ്രില്യന്റിലും വന്ന പോലെ തന്നെയായിരുന്നോ? അതെ അതിനേക്കാളും ഹൈ ലെവലായിരുന്നോ? ജെഇ മെയിൻ പരീക്ഷ എഴുതിയപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ബ്രില്യന്റിന്റെ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഡ്വാൻസ് നമ്മൾ ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള പരീക്ഷയാണല്ലോ, അതിനു വേണ്ടിയുള്ള എക്സാംസും മെറ്റീരിയലും എല്ലാം ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്ത കാരണം എനിക്ക് ജെഇ അഡ്വാൻസ് എക്സാം ഹാളിൽ തന്നെ ടഫ് ക്വസ്റ്റ്യൻ കാണുമ്പോഴും എനിക്ക് പേടിയൊന്നും വരായിരുന്നില്ല. ഞാൻ അത്യാവശ്യം ആലോചിച്ച് ആൻസർ കണ്ടുപിടിക്കായിരുന്നു. ഓൾറെഡി ഇവിടുത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അധികം സമയമൊന്നും എടുക്കേണ്ട വന്നില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇപ്പം ഹാഫിസിനെ ഇവിടെ കൊണ്ട് എത്തിച്ച് നിർത്തിയിരിക്കുന്നത് അല്ലേ? ശരിയാ. അപ്പം ഹാഫിസിന്റെ കൂടെ ഹാഫിസിന്റെ വലിയൊരു ഫാമിലി തന്നെയുണ്ട്. ഹാഫിസിന്റെ ഫുൾ എൻ്റെ ഫാമിലിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തരോടും വിശേഷങ്ങൾ ചോദിക്കാം. ഹായ് മാം, പേരെന്താ? ഷാഹിന. അപ്പം ഹാഫിസിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇത്ര അഭിമാനമായിട്ടൊരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഹാഫിസ്. എപ്പോഴെങ്കിലും നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നോ മോൻ ഇതുപോലെ എത്തിക്കൂന്നൊക്കെ? തീർച്ചയായും ഉണ്ടായിരുന്നു. കാരണം അവൻ 10th ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, അവന് 500 ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ചോയ്സ് ആയിരുന്നു അവൻ ബ്രില്യന്റിൽ ചേരണം, ചാവറ സ്കൂളിൽ തന്നെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അവൻ ഇവിടെ ഒന്ന് ചേർന്നു. പിന്നെ അവൻ്റെ ഹാർഡ് വർക്ക് 2 year, ഞാൻ 1 വർഷം പിന്നെ അവൻ്റെ കൂടെ ഫ്ലാറ്റ് എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ പ്രിപ്പറേഷൻസ് നേരിൽ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം എത്രമാത്രം അവൻ ആഗ്രഹിച്ചിരുന്നു ഒരു IIT അല്ലെങ്കിൽ അവൻ്റെ ഒരു ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് എനിക്കറിയാം. അത്രയും അവൻ ഹാർഡ് വർക്ക് ചെയ്തു, അതിനുള്ള ഫലം കിട്ടി. അപ്പം പണ്ട് തൊട്ടേ കണ്ടിരുന്ന ഒരു സ്വപ്നമാണല്ലേ ഇത്? റിയലി ഒരു ദിവസം കൊണ്ട് വന്നൊന്നും അല്ല. അവൻ ചെറുപ്പം 8th 9th 10th മുതലേ മാത്സ് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എപ്പോഴും മാത്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു അവൻ്റെ ആഗ്രഹം. അങ്ങനെ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തു, ബ്രില്യന്റിൽ IIT ബാച്ചിൽ ചേർന്നു. ഓക്കെ, അപ്പം ഹാഫിസിന്റെ ഫാദറിന് എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? വളരെ സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു മൊമെന്റാണ്. ഇവിടെ എത്തിപ്പെട്ടതിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷം. അത് ബ്രില്യന്റ് തന്നെയാണ്. ബ്രില്യന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് എത്തിപ്പെടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഓക്കെ, അപ്പം ഹാഫിസിനെ ബ്രില്യന്റിലേക്ക് വിട്ടപ്പോഴത്തേക്കും ആദ്യമായിട്ടാണോ മാറി നിൽക്കുന്നതൊക്കെ? അല്ല, അവൻ്റെ സിസ്റ്റർ ഇവിടെ പഠിച്ചിരുന്നു 21 ബാച്ചിൽ. ഇപ്പോൾ ജിപ്മറിൽ 3rd year ആണ്. അപ്പോൾ അതിനുശേഷം സിസ്റ്ററുടെ ഒരു മോട്ടിവേഷനും ഇവിടുത്തെ ഇതൊക്കെ കണ്ടപ്പോൾ അവൻ ഇങ്ങോട്ട് തന്നെ വരണം. പിന്നെ അവൻ്റെ അമ്മാവൻ പറഞ്ഞ പോലെ പുലിമടയിൽ പോയി തന്നെ പഠിക്കണം, അപ്പോൾ പാലയിൽ തന്നെ പോകണം, തൃശ്ശൂർ കോഴിക്കോട് പോരാന്നുള്ള പുള്ളിയുടെ ഒരു ഒപ്പീനിയനായിരുന്നു. അങ്ങനെയാണ് പാലയിൽ തന്നെ വന്നത്. ഞങ്ങൾ പെരിന്തൽമണ്ണ മലപ്പുറത്ത് നിന്നാണ്. അപ്പോൾ
വെരി വെരി ഹാപ്പി ഹി റീച്ച് വെർ ഹി വാണ്ടഡ് ടു ബി. പിന്നെ ഫസ്റ്റ് ഇയർ സ്കോളർഷിപ്പിലും അവനായിരുന്നു ഫസ്റ്റ്, സെക്കൻഡ് ഇയർ സ്കോളർഷിപ്പും അവൻ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഫോക്കസ്ഡ് ആണ്, എഫേർട്ട് നല്ലോണം എടുക്കും, അവനെ അച്ചീവ് ചെയ്യണമെന്നുള്ള ഒരു എയിം എപ്പോഴും ഉണ്ട്. അതിനുവേണ്ടി അവൻ്റെ മദർ ഒരു വർഷം ഇവിടെ പുറത്ത് താമസിച്ചു. കൂടുതൽ ചെറിയ മോനും ഇവിടെ സ്കൂൾ ചേർത്ത് ഒരു വർഷം. അപ്പോൾ ഓൾ എഫേർട്സ് പെയ്ഡ് ഓഫ്. എൻ്റെ ഫാമിലി, ഞാനും എൻ്റെ മക്കളും ഗ്രാൻഡ് പാരൻസും എല്ലാവരും അതിനു വേണ്ടിയുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്. വളരെ അഭിമാനം തോന്നുന്നു, വളരെ അഭിമാനം. ഞാൻ അതിനുവേണ്ടി മാത്രം 2 ദിവസത്തിന് ഖത്തറിന്ന് വന്നതാണ്. ജസ്റ്റ് ഏർലി മോർണിംഗേ വന്നുള്ളൂ. അതെ അതെ അതെ. മകന്റെ ലൈഫിൽ ഒട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഇരുന്ന ഒരു മൊമെന്റ് ആണല്ലേ? അവന് കിട്ടും, മെഡൽ എത്തും എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റാങ്കിന്റെ കാര്യം നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയായിരുന്നു. രണ്ടാം സ്ഥാനം അറിഞ്ഞപ്പോ എന്ത് തോന്നി? വളരെ സന്തോഷം, വളരെ സന്തോഷം. സിസ്റ്റർ ഇവിടെയാണ് പഠിച്ചത് അല്ലേ? 2021 ഇവിടുന്ന് പാസ് ഔട്ട് ആയി. ചേച്ചിയാണോ അനിയനെ ഒരു മോട്ടിവേഷൻ? ചാവറയിൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ ഡെഫിനറ്റ്ലി ഞാനായിരുന്നു. ബാക്കി ഡെഫിനറ്റ്ലി അവൻ തന്നെ ഹീ ഈസ് വെരി എന്താ, അവന് ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾക്ക് അവൻ മാക്സിമം ട്രൈ ചെയ്തിക്കണു, അതിന്റെ ലൈക്ക് ഫലം കിട്ടും ചെയ്തിക്കണു ഡെഫിനറ്റ്ലി. ചേച്ചിയുടെ പഠിത്തമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? ഞാൻ ഇപ്പോൾ 3rd ഇയർക്ക് പോകുന്നു. 2nd ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെക്കേഷനിലാണ് ഇങ്ങോട്ട് വന്നിക്കണത്. ചേച്ചിയുടെ ബ്രില്യൻറ്റ് വിശേഷങ്ങൾ എങ്ങനെയായിരുന്നു? ബ്രില്യൻറ്റ്, ഞാൻ 11th 12th ഇവിടെ ഒപ്പാണ് പഠിച്ചത്. ഈ സ്കൂളിൻ്റെ കൂടെ ചാവറയിൽ ബ്രില്യൻറ്റ് പഠിച്ച്. 12th മോസ്റ്റ്ലി ഓൺലൈൻ ആയിരുന്നു, കാരണം ആ സമയത്ത് കോവിഡ് ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സും ആ സമയത്ത് ഡെഫിനറ്റ്ലി ബ്രില്യൻറ്റിന് എന്താ പെട്ടെന്ന് വന്നൊരു അഡ്വേഴ്സിറ്റി ആയിരുന്നു കോവിഡ്. പക്ഷെ എന്നാലും അത്രയും അത് ആ പ്രോബ്ലം ഏറ്റെടുത്ത് അത് സോൾവ് ചെയ്ത് അപ്പം തന്നെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഇല്ല, ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. ലൈക്ക് അത്രയും ന്യൂ അഡ്വേഴ്സിറ്റിക്ക് അവർക്ക് ഇത്രയും നല്ലൊരു സൊല്യൂഷൻ കൊണ്ടുവന്നത് അവർക്ക് ഡെഫിനറ്റ്ലി അവർ അതിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പം പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പാൻഡമിക് വന്നപ്പോഴും അതിനെ ബ്രില്യന്റ് ഓവർകം ചെയ്തു, സ്മാർട്ട് ആയിട്ട് തന്നെ അല്ലേ? അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ജിമ്മറിൽ എത്ര വർഷമാണ്? ഇപ്പൊ 3rd ഇയർക്ക് പോകുന്നു. 3rd ഇയറിലാണ് അല്ലേ? അപ്പം ഇനി അങ്ങോട്ടുള്ള എല്ലാ ജേർണിയും നന്നായിട്ട് തന്നെ വരട്ടെ കേട്ടോ. താങ്ക് യു. അപ്പം ഹാഫിസ്, ഇപ്പൊ ഏതെങ്കിലും IIT സ്വപ്നം കാണുന്നുണ്ടോ? അതോ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം IIT മദ്രാസ് ആണ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പം IIT മദ്രാസ് സെലക്ട് ചെയ്യാനുള്ള കാരണം? എൻ്റെ ഒരു മൂത്ത ചേച്ചി അവിടെ പഠിച്ചായിരുന്നു. ആൻഡ് ചേച്ചി പറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ എൻ്റെ റിസർച്ചിൽ നിന്നും ലൈക്ക് ടോപ്പ് 3 IITs ഏതായാലും വരുന്നതാണ്. പിന്നെ അതന്നെ ബോംബെയും ഡൽഹിയും പകരം അതന്നെ ചൂസ് ചെയ്യാൻ കാരണം. ഈ IIT-യിലേക്ക് ഹാഫിസിനെ അട്രാക്ട് ചെയ്ത കാര്യങ്ങൾ എന്താ? IIT-യുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് അട്രാക്ട് ചെയ്തത്? മെയിൻലി അവരുടെ ക്യാമ്പസും പിന്നെ ചേച്ചി പറഞ്ഞ ഹോസ്റ്റൽ ലൈഫൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇലക്ട്രിക്കൽ എനിക്ക് മെയിൻലി 3 ബ്രാഞ്ച് തമ്മിൽ ചൂസ് ചെയ്യാനായിരുന്നു. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. പിന്നെ ഇലക്ട്രിക്കൽ മദ്രാസ് കിട്ടി, അപ്പം ഞാൻ ഹാപ്പിയാണ്. മാത്സ് ആണ് കുറച്ചുകൂടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണോ? എന്തുകൊണ്ടാണ് മാത്സിലേക്ക്? സാധാരണ എല്ലാവരും മാത്സിനെ പേടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ. അതിന്റെ കാരണം എനിക്കും അറിയില്ല, പക്ഷെ എനിക്ക് മാത്സ് ഇഷ്ടം. പണ്ട് തൊട്ടേ ഇങ്ങനെയാണല്ലേ? അപ്പൊ സാധാരണ ഈ എഞ്ചിനീയറിംഗുകാർക്ക് ഏറ്റവും പേടിയുള്ള സബ്ജക്ട് മാത്സ് ആണ്. അപ്പൊ അത് പോലെ ഈസി ആയിട്ട് കിട്ടിയല്ലേ? അപ്പൊ ആരെങ്കിലും മാത്സ് റിലേറ്റഡ് ഉണ്ടോ ഫാമിലിയിൽ ഇങ്ങനെ? മൂത്ത ചേച്ചിമാര് 2 പേരും, ഒരാള് കാലിക്കറ്റ് NIT-ന്ന് ഗ്രാജുവേറ്റഡ് ആണ്, രണ്ടാമത്തെ ആള് ചെന്നൈ മദ്രാസിൽ നിന്ന് ചെന്നൈ IIT-ന്ന് ഗ്രാജുവേറ്റഡ് ആണ്. അവൾ പിന്നെ പുറത്തു പോയി MSc ചെയ്ത്. 2 പേരും ആ ഫീൽഡിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ആയിരിക്കാം. പിന്നെ അവൻ, എനിക്കറിയില്ല എന്തുകൊണ്ട് എന്നുള്ളത്, 10 മുതലേ അവന് മാത്സ് ഇഷ്ടമായിരുന്നു, അതെനിക്കറിയാം. ഓക്കെ, അപ്പം പുലിമടയിൽ പോയി പഠിക്കാൻ പറഞ്ഞ അമ്മാവൻ ആണോ? എന്തുകൊണ്ടാണ് പുലിമടയിലേക്ക് തന്നെ പറഞ്ഞു വിടാൻ തോന്നിയത്? അല്ല, അങ്ങനെയല്ല. എന്താണെങ്കിലും അത് അവിടെ പോയി നേരിടുക എന്നുള്ളതാണല്ലോ. പിന്നെ കാലിബറുള്ള കുട്ടികൾ അതിനനുസരിച്ചിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇവരൊക്കെ കാലിബർ ഉള്ളവരാണ്, അതിനനുസരിച്ചിട്ട് അവർ അതിൽ റിസൾട്ട് ഈൽഡ് ചെയ്യണം. അപ്പം ഹാഫിസിന്റെ ചേച്ചിയുടെ കൂടെ പുലിമടയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച അമ്മാവനും കൂടെയാണ്. അപ്പൊ എന്തായാലും അമ്മാവന് ഒട്ടും വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ആ പുലിമടയിൽ വന്ന ഏറ്റവും നല്ല ഒരേ ഒരു അമ്മാവനാണ്. അതെ, ആ ഒരേ ഒരു അമ്മാവന് ഒട്ടും വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ഏറ്റവും നല്ല റിസൾട്ട്, അത് എല്ലാ എൻട്രൻസ് ചെയ്തപ്പോഴും ഏറ്റവും നല്ല റിസൾട്ട് ആണ് അമ്മാവനും ചേച്ചിക്കും ഒക്കെ ആയിട്ട് ഹാഫിസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനിയും
ഇനി അങ്ങോട്ടുള്ള എല്ലാ ലൈഫിലും അതുപോലെ ഇനിയുള്ള പഠനകാലത്തും എല്ലാം ഹാഫിസിന് ഇതുപോലെ തന്നെ ഉയർന്ന റാങ്കും ഉയർന്ന നേട്ടങ്ങളും നിങ്ങളുടെ ഫാമിലിക്ക് സ്വന്തമാക്കാൻ പറ്റട്ടെ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.